പുറത്തിറങ്ങാൻ പറ്റാതായല്ലോ ഈശ്വര, എന്ത് ചെയ്യാൻ, എന്തൊക്കെ അവസ്ഥയാന്ന് നോക്കി. നാട്ടില് നമുക്കറിയാം, പോലീസുകാരും മറ്റേ മദ്യപിച്ചവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഊതുന്ന ഒരു മിഷനൊക്കെ ആയിട്ട് വഴി സൈഡിലൊക്കെ നിൽക്കുന്ന അറിയാലോ. ഇതിപ്പം മദ്യം അടിച്ചില്ലെങ്കിൽ പോലും മിഷൻ എന്താ പറയുന്നത്, മിഷൻ പ്രവർത്തിക്കും. എന്നാ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ചക്ക തിന്നിട്ട് വന്ന കുറച്ച് ചേട്ടന്മാരെ പിടിച്ചു. അവർ മദ്യപിച്ചിട്ടില്ലെന്ന് പറഞ്ഞു, പക്ഷേ മിഷൻ്റെ അകത്ത് എന്താ പറയുന്നത് സൈറൻ മുഴങ്ങി, എന്നിട്ട് മദ്യപിച്ചെന്നുള്ള രീതിയായി. എന്താ അവസ്ഥ. മറ്റേ തിലകം പറഞ്ഞു, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഈശ്വര എന്ന് പറയുന്ന ഒരു അവസ്ഥയാണല്ലോ. ഇതൊന്ന് കണ്ടു നോക്കിയാൽ ഇത് ഭയങ്കര രസമാണ്. ഈ വരികച്ചക്ക തിന്നിട്ട് വന്ന ആൾക്കാർ എന്താ പറയുന്നത്, അവരെ പോലീസുകാർ ചോദിച്ചപ്പോൾ മിഷൻ എന്താ പറയുന്നത്, മിഷൻ്റെ അകത്ത് കള്ളു കുടിച്ചെന്നുള്ള രീതിയിൽ അതിൻ്റെ ആ ഒരു സൈറൺ മുഴങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ടെസ്റ്റ് ചെയ്ത് വേറെ കള്ളു കുടിക്കാത്ത വേറെ ചേട്ടന്മാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് എന്നാ പറയുന്നത് ആദ്യം ഊതിച്ച് അവർ മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലായി അവരെ കൊണ്ട് ചക്ക തീറ്റിയതിന് ശേഷമാണ് പിന്നീട് വീണ്ടും ഒന്നുകൂടെ ഊതിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചത്, കിടക്കുന്നു, മിഷൻ റിങ് ചെയ്യുന്നു. എന്തൊരവസ്ഥയത്. നമ്മൾ കള്ളു പിടിച്ചില്ലേ പിടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണ്. എനിക്കാണെങ്കിൽ പറയാൻ പോലും പറ്റുന്നില്ല. ഇത് കേട്ടിട്ട് ഞാൻ വണ്ടറടിച്ചിട്ടിരിക്കുക. നല്ല തേൻവരിക്ക ചക്കയൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ പോലീസുകാർ വഴിസായിട്ട് ചെയ്യുന്നു ഊതിക്കുമ്പോൾ ആ മിഷൻ റിങ് ചെയ്യും, നമ്മൾ പിഴ കൊടുക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. എന്റെ അവസ്ഥയാണ് നോക്കി. എന്റെ ദൈവം. KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഡ്യൂട്ടിയിലുള്ള 3 ഡ്രൈവർമാരെ ഊതിച്ചപ്പോൾ ബ്രീത്ത് അനലൈസർ മദ്യപിച്ചതായി കണ്ടെത്തി. എന്നാൽ അവർ മദ്യപിച്ചിട്ടില്ലെന്ന് ആണയിട്ട് പറഞ്ഞു. വേണമെങ്കിൽ രക്തം പരിശോധിക്കാമെന്ന് കൂടി ഉറപ്പ് പറഞ്ഞതോടെ തേൻവരിക്ക 4 ചുളത്തങ്ങൾ കഴിച്ചുവെന്നും ചക്കയാണ് വേണമെങ്കിൽ ചക്ക ബ്രീത്ത് അനലൈസറിനെയും പറ്റിക്കുമെന്ന് ഡ്രൈവർമാർ പറഞ്ഞ പ്രശ്നം അടിസ്ഥാനത്തിൽ ശ്വാസത്തിൽ മദ്യഗന്ധമില്ലാത്ത മറ്റൊരു ഡ്രൈവർക്ക് കൂടി 4 വരിക്കച്ചക്ക ചുളകൾ നൽകി. ശേഷം ഊതിച്ചു. ശാസ്ത്രം തോറ്റു, ചക്ക ജയിച്ചു. ആ ഡ്രൈവറും മദ്യപിച്ചിട്ടുണ്ടെന്ന് ബ്രീത്ത് അനലൈസർ കണ്ടെത്തിയതോടെ സർവരും നിരപരാധികളായി. വരിക്കച്ചക്ക 1-ാം തരം ബില്ലിനും. ഇപ്പോൾ ചക്കപ്പഴം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം പോലീസ് നമ്മളെ ഉദിക്കാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെറ്റിയൊക്കെ വരുമല്ലോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. നല്ല മധുരമുള്ള പഴങ്ങൾ പഴക്കം മൂലം ശാസ്ത്രം തോറ്റു, മനുഷ്യൻ ജയിച്ചു എന്ന് പറയുന്ന പോലെയാണ്. മിഷനൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയെന്നേ. ഇനി പുതിയ മിഷൻ കൊണ്ടുപോകും. അല്ലെങ്കിൽ എങ്ങനെയാണല്ലോ ഗവൺമെന്റിന്റെ, നമുക്കറിയാം റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ അരി മേടിക്കണമെങ്കിൽ അവിടെ ഒരു മിഷൻ ഉണ്ട്. അത് റേഞ്ച് പിടിക്കണ തന്നെ ഭയങ്കര പാടാണ്. അത് ഏതോ ചാത്തൻ കമ്പനിയുടെ ചാത്തൻ മിഷനൊക്കെ ആയിട്ട് റേഷൻ കടയിൽ അവരിരിക്കുന്നതാണ് എന്ന് പറയുന്ന പോലെ. ഇതുപോലത്തെ സാധനം മിഷനൊക്കെ കൊണ്ടുവന്നേ ചോദിക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ വിശ്വസിച്ച് പോവല്ലേ. ചോദിക്കുന്ന മിഷൻ വീപ്പടിക്കുന്നു, ശരിയാ, കള്ളു പിടിച്ച പാവം നമ്മൾ കൈ തൊഴുത് പറയുന്ന പൈസയും കൊടുത്തേച്ചാൽ പിഴ എടുക്കിയിട്ട് വരും. എല്ലാം ഈ പറയുന്ന പോലെ മിഷനെ ഞാൻ എല്ലാം കുറ്റം പറയുന്നില്ല, പക്ഷെ മിഷന് പോരായ്മയാണ് ഈ കാണിക്കുന്നത്. എന്നാണേലും കൊള്ളാം, സംഭവം കണ്ടില്ലേ, ഭയങ്കരമായി പോയി. പാവങ്ങൾ ഒരു ചക്ക കഴിച്ചാൽ, വരിക്കച്ചക്ക കഴിച്ചാൽ, നല്ല രുചിയോടെ തേൻ വരിക്കച്ചക്ക, അത് കഴിക്കും. തേൻ വരിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ വായിക്കാത്ത വെള്ളം വരും. ആ ഒരു അവസ്ഥ. നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കമാന്ന് പറഞ്ഞ് കഴിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയായിട്ട് എല്ലാം പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഈ പോലീസുകാർ സൈഡിൽ നിന്നേച്ച് സ്റ്റോപ്പ് അടിക്കും, അതിൻ്റെ ഊതിക്കോളാൻ പറയും. ഊതുമ്പോൾ ബീപ്പ് അടിക്കും. എന്നാ അവസ്ഥയല്ലേ. മിഷനൊക്കെ മാറ്റേണ്ട സമയമായി, അല്ലെങ്കിൽ മിഷനൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി സാറുമാരെ. മിഷനൊക്കെ പോയി ഒന്ന് അപ്ഡേറ്റഡ് ആക്കി കൊണ്ടുപോവാ.